കലയ്ക്ക് എന്തും ജാതി എന്ത് മതം. ദ ഡോർ വാസ് ഓപ്പൺ ഫോർ എവറിബഡി, നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ജെൻഡർ എന്ന് പറഞ്ഞ പരിശീലന രീതി അല്ലെങ്കിൽ വ്യായാമ രീതിയാണ് കളരിപ്പയറ്റ്. അത് ഞങ്ങൾ പറയാം വ്യക്തിത്വ വികസന കോഴ്സാണ് കളരിപ്പയറ്റ്. പെറ്റമ്മയെ മറന്നുകൊണ്ട് ആരെങ്കിലും പോറ്റമ്മയെ വളർത്തുക, അതിനൊരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞാൽ അവൻ തിരിച്ചു പോകും എൻ്റെ പെറ്റമ്മേനെ അന്വേഷിച്ചിട്ട്, അല്ലേ? ഓ ചാടിക്കെട്ടി ഞാൻ മറന്നു എന്നുള്ളൊരു പാട്ടിന്റെ രീതിയുണ്ട്. അതിന് ആ താളത്തിൽ ഞങ്ങൾ കളരിപ്പയറ്റ് ഒരു ഡാൻസ് രൂപത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയും വിശ്വാസേ കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ ലാലേട്ടൻ നോക്കാം. 22 ദിവസമാണ് ഞങ്ങളവിടെ മൂപ്പരൊപ്പം വർക്ക് ചെയ്തത്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും കയ്യിൽ നിന്ന് പോയാൽ തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അത് ഓർക്കണം. ഓർത്താൽ നന്നെന്ന് പറയുന്ന ആറാം തമ്പുരാനിലെ പ്രശസ്തമായ ഡയലോഗ്. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് മലയാളക്കരയിലെ ഏറെ അഭിമാനം നൽകിയ പത്മശ്രീ ഉണ്ണി ഗുരുക്കളുടെ മകൻ കൃഷ്ണദാസ് ഗുരുക്കളുടെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്കാരം. നമസ്തേ. അച്ഛൻ മരിച്ചിട്ട് 3 വർഷം ആവണം. കഴിഞ്ഞു. അച്ഛൻ്റെ 19 ദിവസം. അച്ഛൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്നെ നമുക്ക് ആ ഓർമ്മകൾ പറയുകയാണെങ്കിൽ അനവധി പറയാണ്ട് അച്ഛൻ. കാരണം മതിയാവില്ല 1-2 ദിവസം അത്രയ്ക്ക്. കാരണം അച്ഛനാണ് എല്ലാം. അച്ഛൻ കാരണം ഞങ്ങളെ ശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 മക്കളാണ്. ചേച്ചി നിർമ്മല, ഞാൻ കൃഷ്ണദാസ്, രാജീവ്, ദിനേശൻ. ഞങ്ങൾ ഈ ഫീൽഡിൽ ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 6 വയസ്സിൽ വന്നതാണ്. ഇപ്പം എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു. 63ാമത്തെ വയസ്സിൽ ഞാൻ കിടക്കുന്നു ഇന്ന് വരെ. കാരണം 6 വയസ്സിൽ തന്നെ എന്ന് കണ്ടു ചേർന്ന് അന്ന് മുതൽ അച്ഛൻ്റെ ശിക്ഷണവും അച്ഛൻ്റെ സ്നേഹവും കടുപ്പിട, അതായത് സ്ട്രിക്റ്റാണ് അച്ഛൻ, ഭയങ്കര സ്ട്രിക്റ്റാണ് അച്ഛൻ. അത് ഇന്നിപ്പോൾ സ്ട്രിക്റ്റ് കുറച്ച് കുറവാണെന്നറിയാം. അച്ഛൻ ഒരു പൊട്ടിക്ക് വിടില്ല. കാരണം രാവിലെ 6 മണിക്ക് വന്നാൽ 10-11 മണി വരെ പ്രാക്ടീസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഞങ്ങൾ തലയുയർത്തി ഇവിടെ നിൽക്കുന്നത്. അച്ഛൻ്റെ ഇങ്ങനെ കടുത്ത ശിക്ഷണത്തിലും അച്ഛൻ്റെ സ്നേഹവും പെരുമാറ്റം ദയയും എല്ലാം കൊണ്ടാണ് ഞങ്ങളിവിടെ ഇന്ന് നിൽക്കുന്നത്. അതിൽ അഭിമാനം കൊള്ളുന്നു. കാരണം ഞങ്ങൾ അച്ഛനൊരു പത്മശ്രീ കിട്ടിയത് ഞങ്ങൾക്ക് മാത്രമല്ല അഭിമാനം, ലോകത്തിൽ എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവർക്കൊക്കെ അഭിമാനിക്കാം. അതും കേരളത്തിൻ്റെ ഒരു തനതായോധന കലയ്ക്ക് പാരമ്പര്യമായ ചിട്ടയോടുകൂടി പരിശീലനം പഠിപ്പിക്കുന്നതും പഠിച്ച ആൾക്കാണ് കളരിപ്പയറ്റിന് നമുക്ക് പത്മശ്രീ കിട്ടിയത് അച്ഛന്. അതിൽ വലിയൊരു അഭിമാനം തന്നെ അറിയാം. 2022 അന്ന് അച്ഛന് 92 വയസ്സായി. 92 വയസ്സ് കഴിഞ്ഞു അച്ഛന് അന്ന് ഇത് വാങ്ങുമ്പോൾ, അവാർഡ് പോയി വാങ്ങുമ്പോൾ തന്നെ. അല്ല, ശരിക്കും ഇങ്ങനെ ആ ഒരു പത്മശ്രീ ലഭിക്കുന്നതിലൂടെ ഇതിന് ഈ ഒരു കലയ്ക്ക് നൽകിയ ഏറ്റവും വലിയൊരു അംഗീകാരം. കാരണം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. കാരണം ഇത് ഇങ്ങനെയുള്ള കുറച്ച് ആളുകളില്ലായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ അന്യം നിന്ന് പോകും. തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാൻ പറയും, നമുക്കറിയില്ല പത്മശ്രീ കിട്ടുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കിട്ടണം. എല്ലാവരും ഇവിടെ അച്ഛനെ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനത് കിട്ടണമെങ്കിലും എങ്ങനെയും വാങ്ങിക്കൊടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാ. കാരണം നമ്മളിപ്പോൾ ഒരാൾ കയ്യും കാലും ഒന്നും പിടിക്കാൻ പോയിട്ടില്ല, നമുക്കറിയില്ല എന്നാണ്. നമ്മൾ ഈ പ്രാഞ്ചേട്ടൻ സിനിമ ഉണ്ടായാലുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു അതിന് പിന്നാലെ. അതെ, നമ്മളതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ അവാർഡൊക്കെ അച്ഛനെ കിട്ടുന്നതിന് മുന്നേ അച്ഛന് 5 പേരാണ് ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നത്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ എന്നുള്ള ഓഫീസേഴ്സാണ് വന്നത്. CBI ഓഫീസേഴ്സാണ് വന്നത്. നമുക്കറിയില്ല അവർ അച്ഛൻ എന്തിനാ. പക്ഷെ അവർ വന്നിട്ട് അച്ഛൻ്റെ നിത്യജീവിതങ്ങൾ, അച്ഛൻ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നു, അച്ഛന് കിട്ടിയ നേട്ടങ്ങൾ, ഇതൊക്കെ അവർ കോമൺ ആയിട്ടൊന്ന് അറിയാനായിട്ട്, സിമ്പിൾ ഒരാൾ ഒഴിയാനായിട്ട് വന്ന പോലെ ഇവിടെ വന്നത്. നമ്മളത് ശ്രദ്ധിക്കാറില്ല. അച്ഛൻ ചീത്ത പറയുന്നുണ്ട് എന്ന് അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ അതിൽ കേൾക്കുന്നുണ്ട്. അഭിനയമില്ല. അതായത് കാഷ്വൽ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നപ്പോൾ അവരെന്ന് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളിത് നേരത്തെ അപ്ലൈ ചെയ്തില്ല? ഞങ്ങൾക്കറിയില്ല നിങ്ങളെ കിട്ടുന്ന കാര്യമൊന്നും, ലേറ്റായി. പക്ഷേ ഗുരുക്കൾക്കൊക്കെ എന്നോ കിട്ടേണ്ടതായിരുന്നു എന്ന് അവർ പറയുമ്പോഴാണ് നമുക്കറിയുന്നത്. പിന്നെ അത് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ ഇനി ഇതിലും വേറെ സന്തോഷമല്ലേ. അതും കിട്ടിയപ്പോൾ അച്ഛൻ 6 മണിക്ക് വൈകിട്ട് 25-ാം തീയതി ജനുവരി 25-ാം തീയതി വൈകിട്ട് ഒരു 5 മണിക്ക് വിളിച്ചു. അവർ പറഞ്ഞു പത്മശ്രീ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ? ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല.
കാരണം അച്ഛൻ വീട്ടിലുണ്ടോ ചോദിച്ചു. അച്ഛൻ വീട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്ത് ഞാനാണ് അച്ഛന് എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്തത്, സംസാരിക്കാൻ അച്ഛന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട് 7 മണിക്ക്, ശരി, അത് വേണ്ടി ഇങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പം അങ്ങനെ അവാർഡ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്. വേറെ ഒന്നും അറിയില്ല. അച്ഛൻ കഞ്ഞി കുടിക്കും. അച്ഛൻ 6:45 കഞ്ഞി കുടിക്കും. പൊടിയരി കഞ്ഞിയും പപ്പടും നാളെ ചമ്മന്തിയാണ്. അത് അച്ഛൻ കഴിക്കാതിരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞു, അച്ഛൻ അന്ന് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ആണായിരിക്കും ന്യൂസ് കാണാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോന്നിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു സ്പോർട്സ് കാറ്റഗറിയിൽ പെടുത്തി അച്ഛനെ. കളരിപ്പായറ്റ് ചുണ്ടയിൽ ശങ്കരൻ നാരായണ മേനോൻ, ആ ഹിന്ദി സ്റ്റൈലിൽ അതിങ്ങനെ പറയലോ ഇങ്ങനെ എഴുതി കാണിക്കണോ അച്ഛൻ. അപ്പം അച്ഛനാണ് പത്മശ്രീ എന്ന് വെച്ചാൽ അച്ഛനാണ് പത്മശ്രീ കിട്ടിയിരിക്കുന്നത് കളരിപ്പയറ്റിൽ ഈ വർഷത്തെ സ്പോർട്സ് മേഖലയിൽ കിട്ടിയിരിക്കുന്നത്. അതെയോ, അച്ഛൻ കൂളായിട്ട് കഴിഞ്ഞു പിടിച്ചു. അച്ഛൻ ഒരുഞ്ഞ് കാണിക്കുന്നു പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇങ്ങനെ കാണിച്ചു, അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു, പേര് കാണിച്ചു. ഓ ശരിയെന്ന് പറഞ്ഞു. അച്ഛൻ കൂളായിട്ടൊരു തോർത്തുകൊടുത്തിട്ടുണ്ട്. വൈകുന്നേരത്തെ കഞ്ഞി കുടിക്കുന്നു, വളരെ കൂളായിട്ട്. ഓ കിട്ടിയില്ലേ അറിയുള്ളൂ അച്ഛന്. അച്ഛനതിൻ്റെ അത് മഹിമ എന്താണെന്ന് അറിയില്ല, മറന്നിട്ടുള്ള സന്തോഷമില്ല, ഒന്നുമില്ല. അത് വളരെ ക്യാഷ് നോർമൽ ആളെ പോലെ. അപ്പം അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും അച്ഛനും അച്ഛൻ്റെ ഫാമിലിക്കും കളരിക്കാർക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്തിൽ എവിടെ മലയാളി ഉണ്ടോ അവർക്കൊക്കെ അഭിമാനിക്കാം, കളരിപ്പയറ്റവർക്ക് മാത്രമല്ല. അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഈ നിങ്ങളുടെ ഒരു ഉപാസന അത് എന്താ പറയുക തലമുറകളോളം 7-8 തലമുറയായി. 8 തലമുറ. അത് കാരണം നമ്മളിപ്പോൾ ശരിക്കും ഞങ്ങളുള്ള സ്വദേശം മലപ്പുറം ജില്ലയിൽ പഴയ പൊന്നാരി താലൂക്കിൽ, ഇപ്പോൾ തിരൂർ താലൂക്കാണ്, നിറമരുതൂർ എന്ന ദേശത്ത് മുടവങ്ങാട്ട് ശങ്കുണ്ണിപ്പണിക്കരാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അദ്ദേഹമാണ് മെയിനായിട്ട് അവിടെ കളരി സ്ഥാപിച്ചിട്ടുള്ളത്. തിരൂർ മലപ്പുറം ജില്ലയിൽ അവിടെയാണ് ഞങ്ങൾ മെയിൻ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് മൂലസ്ഥാനം എന്ന് പറഞ്ഞത് തിരൂര് നിറമരുതൂർ എന്ന സ്ഥലത്താണ്. ഇപ്പോഴും ഉണ്ടാകും അവിടെ. അവിടെ അച്ഛൻ്റെ 2 അമ്മാവന്മാര്, കൃഷ്ണപ്പണിക്കരും കരുണാകരപ്പണിക്കരും, ഇരവി എന്ന കരുണാകരപ്പണിക്കരും, ഇവര് കയ്യിൽ നിന്നാണ് അച്ഛൻ്റെ അച്ഛൻ കളരിപ്പയറ്റ് പഠിച്ചത്. അവര് പഠിച്ചത് അവര് അമ്മാവന്മാരേക്കാണ്. ഞങ്ങളിത് മരുമക്കത്തായതുകൊണ്ട് ഇത് മരുമക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അമ്മ വഴിയുള്ള താവഴിയാണ് കിട്ടുന്നത്. അങ്ങനെയാണ് അച്ഛൻ്റെ അച്ഛൻ ഇതിൽ പ്രഗത്ഭനായി വന്നത്. അതായത് മുടവങ്ങാട്ടിൽ വീരശ്രീ ശങ്കുണ്ണിപ്പണിക്കർ, അച്ഛൻ്റെ ശരിക്കുള്ള പേരാണ്. അങ്ങനെ കളരി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് അങ്ങനെ. അപ്പം അന്ന് അച്ഛൻ 6ാമത്തെ ജനറേഷനാണ്. എൻ്റെ അച്ഛൻ 7ാമത്തെ, ഞങ്ങൾ 8ാമത്തെ. അങ്ങനെ ഇവിടെ ചാവാക്കാട് മേലേപ്പര ഒരു വീട്ടുകാരുണ്ട്, തറവാട്ടുകാർ, പഴയ തറവാട്ടുകാർ. അവർക്ക് ആ വീട്ടുകാർക്ക് കളരിപ്പയറ്റ് പഠിക്കാനായിട്ടാണ് എൻ്റെ അച്ഛൻ്റെ ഇവിടെ വന്നത്. അപ്പം അത്രയും പാരമ്പര്യത്തിലൂടെ കളരി വേണമെന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ വന്ന് ക്ഷണിച്ചു നാട്ടിൽ, അച്ഛൻ്റെ വീട്ടിൽ. അങ്ങനെയാണ് അച്ഛൻ ഇവിടെ വന്നത്. അച്ഛൻ്റെ അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ 3 മക്കൾ ഒരുമിച്ച് പോന്നു. അതായത് മെയിനായിട്ട് മൂത്ത മകൻ രാവണിക്കുട്ടി മേനോനാണ്. മൂപ്പര് വൈദ്യത്തിലാണ് പ്രധാനം. മൂപ്പര് മംഗലാപുരത്താണ്. പിന്നെ ശ്രീധര മേനോൻ ഗുരുക്കൾ, ശങ്കരണ്ണ മേനോൻ ഗുരുക്കൾ എന്ന ഉണ്ണി ഗുരുക്കൾ, എൻ്റെ അച്ഛൻ പത്മശ്രീ കിട്ടിയത്. പിന്നെ വിശ്വനാഥൻ ഗുരുക്കൾ. ഇവർ വന്ന് ഇവിടെ കളരി സ്ഥാപിച്ചു. ആദ്യം വന്നത് മേലേപ്പുര വീട്ടുകാർക്ക് വന്നെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ തന്നെ വിശ്വാസ ക്ഷേത്രത്തിൽ തുടങ്ങി. അത് കഴിഞ്ഞ് മേലേപ്പുര വീട്, പിന്നെ ഇവിടെ MR റാമിൻ്റെ തൊട്ട് സ്കൂൾ ബാക്കിൽ കണ്ടംപുള്ളി സുബ്രഹ്മണ്യ നാണിയമ്മ എന്ന് പറയും, അവർ വീട്ടിൽ. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് ഇവിടേക്ക് വന്നത്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരായി. എനിക്ക് ശരിക്കും എന്നെ പ്രസവിച്ചത് ഇവിടെയാണ്. ബാക്കി 2 അനിയന്മാരെയും ചേച്ചീനും പ്രസവിച്ചത് നാട്ടിലാണ്, തിരൂര് മലപ്പുറം. പക്ഷെ അമ്മ ഇവിടെ വിശേഷമായിട്ട് വന്നപ്പോൾ എന്നെ പ്രസവിച്ചു വിടും. അപ്പം ഞാൻ ശരിക്കും പക്ക ഈ നാട്ടുകാരൻ ചാവക്കാട് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. ഇപ്പം ഞങ്ങളതിൽ അഭിമാനിക്കുന്നു. ഞങ്ങൾ അച്ഛനും അച്ചാച്ചനുമായിട്ട് ഞങ്ങൾക്ക് ഒരു ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു തന്നു കളരിപ്പയറ്റിൽ. ഇത് ഞങ്ങൾക്കൊരു കുലത്തൊഴിലാണ്. ഞങ്ങൾ ഒരു വിഷമവും ഇല്ല പറയണോണ്ട്. ഇപ്പൊ ചെറിയൊരു കുലത്തൊഴിൽ എന്ന് പറയുമ്പോൾ ഇതുണ്ടല്ലേ, ഒരു വിഷമവും ഇല്ല. ശരിക്കും ഞങ്ങൾക്ക് ഇതൊരു കുലത്തൊഴിലാണ്. ഇത് ഞങ്ങളെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം അച്ഛൻ പഠിപ്പിച്ചത് രാവിലെ 4:30 മണിക്ക് എണീക്കുക, 5 മണിയാകുമ്പോഴേക്ക് കളരി വന്ന്, അതായത് മണിയടിച്ച് കളരി തുറന്ന് എല്ലാ 5 വിളക്കും കത്തിച്ച് ശംഖ് വിളിച്ച്, അതായത് തുകിലുണർത്തുന്ന ദൈവത്തെ ഉണർത്തിയതിന് ശേഷം ഞങ്ങൾ പഞ്ചഗന്ധ പുഷ്പം, അതായത് ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളും ചെയ്ത് എല്ലാ പൂവിട്ട് എല്ലാ പ്രതിഷ്ഠയിലും ആരാധിച്ച്. ഇപ്പോൾ നിങ്ങൾ അകത്ത് കയറി കണ്ടിട്ടുണ്ടാവും ഷൂട്ട് ചെയ്തപ്പോൾ. എല്ലാം അവിടെയൊക്കെ ആരാധന കഴിഞ്ഞതിന് ശേഷം അവസാനം ഗുരുസ്ഥാനീയന്മാർക്ക് ഒരു പീഠം വെച്ചിട്ടുണ്ട്, മൺമുറഞ്ഞു പോയ നമ്മളെ വല്ലപ്പെട്ട ഗുരുക്കന്മാർക്ക്. അതുകൂടാതെ കളരിപ്പയറ്റിലെ സനകാദികളായ 27-21 ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പീഠം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ പീഠത്തിന് തൊട്ടതാണ് അച്ഛച്ചിട്ടിടന്ന മെതിയടി ഞങ്ങൾ ബ്രാസിൽ പൊതിഞ്ഞു വെച്ചു. അവിടെ അവസാനം പൂജ ചെയ്ത് എല്ലാ സ്ഥലത്തും കർപ്പൂരം കത്തിച്ച് ഗുരുവന്ദനം, അതായത് ഗുരുവിനെ വണങ്ങിയതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പൊ തൊട്ടടുത്ത് അച്ഛൻ്റെ ഒരു പ്രതിമയും കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അച്ഛൻ മരിച്ചു 1 വർഷത്തിലേക്ക് കളരി പഠിക്കുന്ന കുട്ടികളും കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്നിട്ട് അച്ഛൻ്റെ
ഒരു നല്ലൊരു പ്രതിമ, ഒരു ശിലാസ്ഥാപനം ഞങ്ങളവിടെ ചെയ്തു. അത് അവിടെ ഞങ്ങൾ വണങ്ങിയതിന് ശേഷമാണ് തുടങ്ങാറ് ആ ചിട്ടയിൽ. അതായത് ആൺകുട്ടികൾ ഇപ്പം ലങ്കോട്ടി കെട്ടിയിട്ട് ലങ്കോട്ടി കെട്ടി മേലാസകളെ എണ്ണ തേച്ച് കച്ച കെട്ടിയിട്ടാണ് നമ്മൾ അഭ്യാസം ആരംഭിക്കുക. അത് ഇന്നും ഞങ്ങൾ തുടർന്ന് പോരുന്നുണ്ട് ചിട്ടയിൽ. ഇപ്പം കളരി കൈ തുടങ്ങി ഗുരുക്കളാണ് എല്ലാം. കളരിയിൽ എല്ലാറ്റിൻ്റെയും ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുനാഥനാണ്. ഗുരുനാഥനെ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കളരി എന്ത് കാര്യങ്ങളും. അപ്പോൾ നമ്മൾ കളരി പരിശീലനം കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോകുമ്പോഴും കാല് വെച്ച് കടക്കുമ്പോൾ തന്നെ നമ്മൾ ദക്ഷമുള്ളിൽ പെമ്പെ വാമേനെ യോജിതം എന്നാ പറയുക. വലത് കാല് വെച്ച് ഭൂമി തൊട്ട് വന്നിച്ച് നെറുവിൽ വെച്ചിട്ട് മാറത്ത് വെക്കണം. അതിൻ്റെ ശാസ്ത്രമുണ്ട്. കാരണം ഞാൻ അങ്ങയുടെ, അതായത് ഭൂമി മാതാവിൻ്റെ നമ്മൾ നല്ല നിൽക്കുന്നു, ചാടുന്നു, ചവിട്ടുന്നു, അതെല്ലാം ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ആദ്യം അമ്മയെ എടുത്ത് ഞാൻ എൻ്റെ തലയിലാണ് വെക്കുന്നത്. അത് ഞാൻ പിന്നെ എൻ്റെ മനസ്സിലും ശരീരത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അഭ്യാസം ആരംഭിക്കാവൂ. അത് കളറിയുടെ ഒരു ചിട്ടയാണ്. അത് ഇന്ന് വരെ ഞങ്ങൾ വല്ലഭട്ട എന്നുള്ള വല്ലഭട്ട എന്ന് പറഞ്ഞത് ഒരു സമ്പ്രദായത്തിന്റെ പേരാണ്. ഇപ്പോൾ കളറി ഇപ്പോൾ 3 സമ്പ്രദായത്തിനും പ്രാധാന്യം ഇപ്പോൾ ഉള്ളൂ. അതായത് വടക്കൻ, തെക്കൻ, മധ്യകേരളം എന്നൊക്കെ പറയും. ഇപ്പം മധ്യകേരളം ലോപിച്ചപ്പോൾ തെക്കനും വടക്കനും മാത്രമേ. പക്ഷെ അതല്ല സമ്പ്രദായം. സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഉടുമുറിശ്ശേരി ഉണ്ട്, വല്ലഭട്ട സമ്പ്രദായം, കടത്തനാടൻ, പിള്ളതാങ്ങി, വട്ടേന്തിരിപ്പ്, അറപ്പക്കയ്യ്, ഇങ്ങനെ പല പല സമ്പ്രദായം, കണ്ടമാന സമ്പ്രദായങ്ങളുണ്ട് കളരിപ്പയറ്റിൽ. അതായത് തിരുവിതാംകൂർ സമ്പ്രദായമുണ്ട്, വള്ളുവനാടുണ്ട്, പല സമ്പ്രദായങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ കടത്തനാടൻ സമ്പ്രദായം, അറപ്പക്കൈ, പിള്ളതാങ്ങി സമ്പ്രദായത്തിലാണ് ഞങ്ങളിവിടെ പരിശീലനം കൊടുക്കുന്നത്. പല സമ്പ്രദായമുണ്ട്. അതിലൊരു സമ്പ്രദായം പണ്ട് പൊന്നാനി താലൂക്കിൻ്റെ തുറമുഖത്തിൻ്റെ എന്താണ് ഭരണാധികാരം അല്ലെങ്കിൽ അവകാശം ഉണ്ടായിരുന്നതാണ് മുടവങ്ങാട്ട് തറവാട്ട് ഫാമിലി. ആ ഫാമിലിയിൽ കുടുംബത്തിൽ ജനിച്ചതാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. ഞാൻ ഒരു ശ്ലോകമുണ്ട്, വെട്ടമഷ്ടസ്വ വിസ്തീർണം 8 ദേശമടങ്ങവേ ദുഷ്ടസംഹാരകർത്തിത്വം മുടവങ്ങാട്ട് വഹിക്കണം. വെട്ടത്ത് രാജാവിൻ്റെ കീഴിൽ പല കളരി സമ്പ്രദായക്കാരുണ്ടായിരുന്നു. അതിലൊരു പ്രധാനിയായ സമ്പ്രദായക്കാരാണ് വല്ലഭട്ട സമ്പ്രദായം. ആ സമ്പ്രദായത്തിലാണ് ഞങ്ങൾ ഇന്നും പരിശീലിച്ചു പോരുന്നത്. ഇപ്പൊ നേരത്തെ ഇപ്പൊ ഈ ദിവസമുള്ള ദിനചര്യകളും ചിട്ടവട്ടങ്ങളെയും പറ്റിയിട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് ഇത് ശരിക്കും ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന തീർച്ചയായിട്ടും കളരി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രമാണ്. കളരി നമ്മൾ ക്ഷേത്രമായിട്ട് കാണണം. നമ്മൾ വീടിന് എങ്ങനെ പരിപാലിച്ചു, വീടൊരു ക്ഷേത്രമല്ലേ, അവിടെ വാസ്തുവിദ്യ പ്രകാരം നമ്മൾ വീട് പണിയുന്നത്. അതേപോലെ തന്നെ കളരിക്കും അതിൻ്റെ ചിട്ടവട്ടുണ്ട്. കളരിക്ക് പലതരം അളവുകളുണ്ട്. 56 അടി, 50 അടി, 40 അടി, 30 അടി, 18 അടി, ഇങ്ങനെ പലതരത്തിലുള്ള അളവുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കളരി നാൾ കിഴക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. 40 അടി കളരിയാണ്. 42 അടി നീളം, 21 അടി വീതി, 21 അടി ഹൈറ്റ്. ഇത് തറക്കളരിയാണ്. വടക്കോട്ട് പോകുന്നൊരു കുഴിക്കളരി ഇട്ട് കാണാം. ഇവിടെ കുഴിക്കളരി പറ്റില്ല, പുഴ തൊട്ടടുത്ത് കാരണം വെള്ളത്തിന്റെ പ്രശ്നങ്ങളല്ല. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ തറക്കളരി തന്നെയാണ്. പക്ഷെ ഞങ്ങൾ കുറ്റിപ്പുറത്ത് ചെറിയച്ഛൻ്റെ കളരി കുഴിക്കളരിയാണ് വല്ലഭട്ടയിൽ. അത് ഉള്ളിലേക്ക് കുഴിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ആ പാരമ്പര്യം ഇന്നും നിലനിർത്തിയിട്ട് കുഴിക്കളരി ആയാലും തറക്കളരി ആയാലും അതിന് യാതൊരു മാറ്റമില്ല. അത് ഇന്നും ഞങ്ങൾ പരിപാലിച്ച് പോരുന്നുണ്ട്. ഓക്കെ. ഈ കളരിനെ പറ്റി ഇപ്പൊ ഈ കുറച്ചും കൂടി ഇങ്ങനെ മുന്നിലേക്ക് വരുമ്പോഴേ ഇന്നത്തെ കാലത്തും ഇപ്പൊ നിങ്ങളുടെയൊക്കെ മക്കളും ഒക്കെ ഇതിങ്ങനെ കളരിപ്പയറ്റിന് ഇപ്പൊ കൂടുതൽ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ 6 വയസ്സിൽ തുടങ്ങി, എനിക്ക് 12 വയസ്സ് കഴിഞ്ഞു. ഞാൻ സംസ്ഥാന അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. 35ാമത്തെ വയസ്സ് ഞാൻ പ്രസിഡന്റായി. 4 വർഷം ഇരുന്നു. ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല ഇത്ര ചെറുപ്പത്തിൽ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന വെച്ചാൽ ദൈവനിശ്ചയമാണത്. പിന്നെ അച്ഛൻ്റെയും എൻ്റെ ചെറിയച്ഛൻ്റെയും വലിയച്ഛന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ആ സ്ഥാനത്ത് എത്തിപ്പെട്ടത്. അത് കഴിഞ്ഞ് ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി, ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്നത്, രക്ഷാധികാരിയായിരുന്നു. ഇപ്പം ഞാൻ സംസ്ഥാന അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി. അതുകൂടാതെ ഇന്ത്യൻ കൾട്ടിവേറ്റർ ഫെഡറേഷൻ്റെ ടെക്നിക്കൽ ഒഫീഷ്യൽ ഉണ്ട്, അതിലൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴും കലയ്ക്കൊരു അവസാനമില്ല. എപ്പോൾ വേണമെങ്കിലും പഠിക്കാം, എന്ന് വേണമെങ്കിലും പഠിക്കാം, ഏത് പ്രായക്കാർക്കും. നമ്മൾ പറയുക ഒരു 7 വയസ്സെങ്കിലും മിനിമം വേണമെന്ന് പറയും. കാരണം നമ്മൾ ഗുരുനാഥൻ ചൊല്ലിക്കൊടുക്കുന്ന ആ വായ്ത്താരി കേട്ടുകൊണ്ടാണ് കളരികൾ ഉണരുന്നത് എന്ന്. ആ വായ്ത്താരി കേട്ടുകൊണ്ടാണ് കുട്ടികൾ ഓരോ അടവുകളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 6 വയസ്സിൽ തുടങ്ങി. ഇപ്പോൾ ഞാൻ ചാമ്പ്യൻഷിപ്പിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 4 മക്കൾ, ഞങ്ങളെ മക്കളും ഇതന്നെ സ്ഥിതി. ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് പുറത്ത് ഞങ്ങൾക്ക് മൊത്തം, അതായത് യൂറോപ്യൻ രാജ്യങ്ങളും വെസ്റ്റേൺ കൺട്രീസിലും മിഡിൽ ഈസ്റ്റിലും ഇപ്പോൾ ഞങ്ങൾക്ക് 37 കളരികൾ പ്രവർത്തിക്കുന്നുണ്ട്. വല്ലഭട്ടയുടെ ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുകയാണ്. ഫോറിനേഴ്സും നടത്തുന്നുണ്ട്. നമ്മൾ ഒരു ഇടയ്ക്ക് ഒരു വിസിറ്റിംഗ് പ്രൊഫസർ നിരക്ക് ചെല്ലും, 2 മാസം അല്ലെങ്കിൽ 1 മാസം നിൽക്കും, തിരിച്ചു. അവർ ഇവിടെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിൽ അവിടെ വരും.
ഞങ്ങൾ വീട്ടിൽ നിന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് പഠിച്ച ആളുകളാണ്. ശരിക്കും ഇത് ഗുരുമുഖത്തു നിന്ന് പഠിക്കണം. ഗുരുകുല സമ്പ്രദായമാണ്. കാരണം ചെറുപ്പം മുതൽ ഗുരുവിൻ്റെ ഗന്ധം അറിഞ്ഞവനെ ശരിക്കും ഒരു യഥാർത്ഥ ശിഷ്യനാവാൻ പറ്റും. ആയോധന കലയിലുപരി ഇതൊരു ജീവിതചര്യയായിട്ട് എടുക്കണം. അതാണ് വേണ്ടത്. അതായത് ഒരു വ്യക്തിയെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കി എടുക്കണമെങ്കിൽ പറ്റിയൊരു പരിശീലന രീതി അല്ലെങ്കിൽ വ്യായാമ രീതിയാണ് കളരിപ്പയറ്റ്. അത് ഞങ്ങൾ പറയാം വ്യക്തിത്വ വികസന കോഴ്സാണ് കളരിപ്പയറ്റ്. അത് മാർഷൽ ആർട്ട് അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഇതിന് ഒരു ചിട്ടയോടുകൂടി ഒരു പരിശീലന രീതിയുണ്ട്. ആദ്യം അംഗാസാധകത്വം, മെയ്യിറക്കം, തഥാപരം, ഉച്ചാണൊറ്റപ്പയറ്റന്ത്യം, വാൾപ്പയറ്റന്ത്യം, ക്രമാൽ. വാൾപ്പയറ്റ് അവസാനമാണ്, കത്തിയും ഉറുമിയൊക്കെ അവസാനം വരുള്ളൂ, കുന്തൊക്കെ. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ശരീരത്തെ നമ്മൾ സ്വായത്തമാക്കി എടുക്കണം. അതിന് അംഗാസാധകത്വം എന്ന് പറയും. അതിന് പറയും മെയ്ത്താരി എന്ന് പറയും, അല്ലെങ്കിൽ മെയ്യിറക്കം, മെയ്പ്പയറ്റ്. അത് കഴിഞ്ഞാൽ കോൽത്താരി, 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അങ്കത്താരി, വെറുങ്കൈ. അത് കഴിഞ്ഞാൽ മർമ്മവിദ്യകൾ. അത് കഴിഞ്ഞ് ഒഴിച്ചൽ. പിന്നെ കളറിയുടെ പച്ചമരുന്നുകൾ, കൂട്ടുകൾ, കെട്ട് ചികിത്സകൾ, മറ്റേ പൂട്ട് ചികിത്സ എല്ലാം ഉണ്ട്. അങ്ങനെ കെട്ട് ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കളരി ഗുരുക്കന്മാർ ശരിക്കും കളരിപ്പയറ്റ് മാത്രമല്ല അവരുടെ ഉപജീവനമാർഗം, നാട്ടുവൈദ്യന്മാരും കൂടിയാണ്. ഒരു കളരി ഗുരു എന്ന് പറഞ്ഞാൽ ആ വില്ലേജിലെ ഒരു ആയുർവേദ ആചാര്യനാണ്, ഒരു വൈദ്യനാണ്. അപ്പൊ ഇത്രയും ചിട്ടയോട് കൂടിയിട്ടാണ് കളരി പരിശീലനവും അതിനുമായി അനുബന്ധ മറ്റു കാര്യങ്ങളും നടത്തിപ്പോരുന്നത് എല്ലാ ഗുരുക്കന്മാരും. കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർഷൽ ആർട്ടായിട്ട് കാണണം, അല്ലാതെ നമ്മൾ കേരളത്തിന് മാത്രമായിട്ട് കാണാൻ പാടില്ല. കാരണം അതിന് താവഴി അന്വേഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന് മാത്രമല്ല മറ്റ് സ്റ്റേറ്റിനും കൂടി അവകാശപ്പെട്ടതാണ് കളരിപ്പയറ്റ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് പെൺകുട്ടികളാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടാളും നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റാണ്, യൂണിവേഴ്സിറ്റി ലെവലും കോമ്പറ്റീഷനിൽ വിന്നറായ ആൾക്കാരാണ്. അതുവെച്ചാൽ ആണുങ്ങളെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ പെൺകുട്ടികളാണ് ഈ മേഖലയ്ക്ക് വരുന്നത്. ഞാൻ ചോദിക്കാൻ പോയൊരു സംഗതി ഇതായിരുന്നു. കാരണം ഇപ്പൊ ഞങ്ങള് ഇവിടെ വരുമ്പോഴും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മാത്രമല്ല അവര് മനോഹരമായിട്ട് ചെയ്യണു. നമ്മൾ ജില്ലാ ഇതിലൊക്കെ ചാമ്പ്യൻഷിപ്പിന് കാണുന്നു. മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരും ഇഷ്ടം പോലെ കുട്ടികളും. ഞാൻ ചോദിക്കുന്നത് കലയ്ക്ക് എന്തും ജാതി എന്ത് മതം, ദ ഡോർ വാസ് ഓപ്പൺ ഫോർ എവരിബഡി, നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ജെൻഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ഛനും പറഞ്ഞിട്ടുണ്ട്, അച്ഛനും ഇവിടെ ആർക്കും വേണമെങ്കിൽ വരാം. പക്ഷെ കളരിക്കൊരു ചിട്ടയുണ്ട്. ആ ചിട്ടയ്ക്ക് അനുസൃതമായിട്ട് ആരൊക്കെയാണോ താല്പര്യമുള്ളത് ഗുരുവിനെ അനുഗ്രഹിച്ചുകൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹവും ആയിക്കൊണ്ട് ആരൊക്കെയാണോ കളരിപ്പയറ്റ് പരിശീലനം നേടാൻ പ്രാപ്തരായിട്ടുള്ളവർ അവരെ ഞങ്ങൾ ചേർക്കാൻ തയ്യാറാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആര് വേണം ഇപ്പൊ നിങ്ങൾക്ക് ആ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കുട്ടികളും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ശരിക്കും പറഞ്ഞെങ്കിൽ ഹിന്ദുക്കൾ കുറവ് നിറഞ്ഞ പോലെയാണ് മറ്റു മാസത്തെ പോലെ ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം അവർക്ക് അറിയാം. കാരണം പിന്നെ ഇതിൻ്റെ നമ്മൾ കളരിയിൽ വന്നു കഴിഞ്ഞാൽ എത്ര മോശമായ വീട്ടിൽ പല കുട്ടികളും പല മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവും, പറഞ്ഞാൽ കേൾക്കില്ല, അച്ചടക്കണ്ടായിരിക്കില്ല. ആദ്യം ഞങ്ങൾ പഠിപ്പിക്കുക എന്നിട്ടെ ആദ്യം പഠിപ്പിക്കുക ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ ബഹുമാനിക്കണം. ഇത് 2 കാര്യങ്ങളാണ് ആദ്യം പഠിപ്പിക്കുക. അത് ഇവിടുന്ന് വന്ന് 2 ആഴ്ച കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കിട്ടിയിരിക്കും. ഇവിടെ എല്ലാം ചെയ്യണം. കാരണം ഇതൊരു ഗുരുകുല സമ്പ്രദായമാണ്. അടിച്ചു വാരണം, ക്ലീൻ ചെയ്യണം, തുടക്കണം. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, പാത്രം കഴുകണം, ചാണം വരെ ഞങ്ങളിവിടെ തേപ്പിക്കും. ഈ 2 ആഴ്ച കൊണ്ട് തണുത്തിരിക്കും. അതുവരെ ഞങ്ങൾ നിൽക്കും. ഞങ്ങൾക്ക് കാരണം ഇത്ര വയസ്സ് ഒരു കുഴപ്പമില്ല. കാരണം ഇത് ഞങ്ങൾക്ക് ശീലമായതല്ല, ഞങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ യാതൊരു മാറ്റം ഇന്ന് വരെ വന്നിട്ടില്ല, ഇനിയിട്ട് വരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു ബേസിക്. കാരണം അതില്ലെങ്കിൽ പോയി ആ ഫൗണ്ടേഷൻ ക്ലിയർ ആവണ്ടേ. എന്നിട്ട് എൻ്റെ മോളിലേക്ക് കിട്ടുള്ളൂ. ആദ്യം ഞങ്ങൾ പറയും ആദ്യം നിൽക്കാൻ പഠിക്കും, പിന്നെ നടക്കാൻ പഠിക്കും, പിന്നെന്താ പിന്നെ ഞങ്ങൾ ഓടാൻ പഠിപ്പിക്കും. അതെന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ കളരിപ്പയറ്റ് പിടിച്ചത് നെഞ്ഞൂക്ക് കാണിക്കാനല്ല ഒന്നത്. ഇത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊരു സെൽഫ് പ്രൊട്ടക്ഷൻ, സെൽഫ് ഡിഫെൻസിനുള്ളുണ്ട്. അതായത് ആത്മരക്ഷയ്ക്കും സ്വയം നിയന്ത്രണത്തിനും വേണ്ടി മാത്രമാണ് കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത്. പഠിക്കുന്നതും അതിനായിരിക്കും. അത് ഞങ്ങൾ ഓത്ത് സത്യവാദം ചൊല്ലി കൊടുത്തതിന് ശേഷം ഞങ്ങൾ എടുക്കുള്ളൂ. പിന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ റെക്കമെൻഡ് വേണം. നാളും പക്കമൊക്കെ നോക്കി നല്ല ദിവസം നോക്കി വിദ്യയ്ക്ക് നല്ല ദിവസം അതൊക്കെ ഞങ്ങൾ ഇന്നും ആചരിച്ചു പോരുന്നുണ്ട്. പല കളിയിലും ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇവിടെ അതല്ല. വെറ്റില അടയ്ക്ക ചന്ദനത്തിന് കയറുമ്പോൾ താമ്പൂല സഹിതം, അതായത് ഗുരുവിന് ദക്ഷിണ വെച്ചതിന് ശേഷം ഇത് തുടങ്ങാൻ പാടുള്ളൂ. അത് കാണാം. പിന്നെ ചെറുക്കം വരുമ്പോൾ ഗാർഡിയൻ അച്ഛനോ അമ്മാവനോ ആരെയും ഉണ്ടെങ്കിൽ അവരാദ്യം കാല് തൊട്ട് നിൽക്കണം. ആദ്യം അച്ഛനമ്മമാരാണ് ഏറ്റവും വലിയ ഗുരു, അത് കഴിഞ്ഞിട്ടാണ് മറ്റു ഗുരു. അച്ഛനമ്മമാരോട് പറയാൻ പറ്റാത്ത ചിലപ്പോൾ ഒരു ഗുരുവിനോട് പറയാൻ സാധിക്കും. ആ അച്ഛനമ്മമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത സംഗതികൾ ശരിയാക്കി എടുക്കാൻ പറ്റാത്തതും ഗുരുവിന് ശരിയാക്കി എടുക്കാം. അതാണ് ഗുരുവിൻ്റെ പ്രാധാന്യം. കാരണം ദൈവത്തിന് 4ാം സ്ഥാനമാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലും ഗുരുക്കളുടെ തിരക്കിൻ്റെ ഇടയിലും
ഇപ്പൊ ഇടയ്ക്ക് വന്നിട്ട് നല്ലൊരു ചീത്ത പറഞ്ഞിട്ട് അത് വേണം. ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കുമ്പോ പറയുന്നുണ്ട് ആ കുട്ടി പുതിയതാ, ആ കുട്ടിക്ക് ഇവിടുത്തെ കാര്യം അറിയില്ല എന്ന് തോന്നുന്നു. കാരണം ചിലവർക്ക് അറിയില്ല. കാരണം ഇപ്പൊ ഈ പൊട്ടണ ചീത്ത വെക്കേഷൻ എന്റെ അച്ഛനും ചീത്തയാണ് ഭയങ്കരമായിട്ട്. ബാലേട്ടൻ പറയണ്ടേ ആള് ആ വയസ്സിന്റെ അച്ഛൻ അവിടെ വന്നിരിക്കുന്ന സ്ഥലമില്ല അച്ഛൻ പറഞ്ഞോണ്ടല്ലോ ഒരു നോട്ടം നോക്കുള്ളൂ. പിന്നെ ഞങ്ങൾ ചില വിളിച്ചിട്ട് പേരായിരിക്കും. കാരണം നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാല് കളരിപ്പയറ്റ് മാത്രമല്ല, നമ്മൾ ഇതൊരു ബിസിനസ്സായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. അത് പക്ഷെ ഞാൻ പറയണോ, കളരിപ്പയറ്റ് ആത്മാർത്ഥമായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു വീട്ടുകാർക്ക് അല്ലെങ്കിൽ തറവാട്ടുകാർക്ക് ജീവിക്കാൻ ധാരാളം മതി. ഞങ്ങൾ 23 മെമ്പേഴ്സ് ഉണ്ട്, 4 വീട്ടിലും കൂടി. ഇത് 4 വീട് ഞങ്ങളതാണ്. ഈ ഞങ്ങൾ ജീവിക്കുന്നത് കളരിപ്പയറ്റ് കൊണ്ടാണ്. ഇപ്പം എൻ്റെ മോള് ലണ്ടനിലേക്ക് പോയി. ഇപ്പോൾ അവള് ഒരാഴ്ചയായിട്ടുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മരുവൻ അവിടെയാണ്. മരുവൻ കളരിപ്പയറ്റുകാരനായിരുന്നു. സ്നേഹമായിട്ട് കല്യാണം കഴിച്ചു. അപ്പം മകൻ അവിടെ ക്ലാസ് നിൽക്കുന്നുണ്ട്. ഇപ്പം മോള് പോയിട്ട് 2-3 ബ്രാഞ്ച് തുടങ്ങി ഇവിടെ ലണ്ടനിൽ. അപ്പോൾ അത്രയും അവൾ പറഞ്ഞു, അച്ഛൻ എന്തിനാ കളരിപ്പയറ്റ് വിടുന്നത്? ഞാൻ ആളെ MBA ആണ്, HR മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തവളെ ദുബായിൽ. പക്ഷേ ദുബായിലും ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ലണ്ടനിൽ പോയിട്ട് അവിടെയും ക്ലാസ് തുടങ്ങി. ഇപ്പോൾ അനിയന്മാരെ മക്കൾ ഇവരെല്ലാവരും, ഞങ്ങൾക്ക് കുറേ ബ്രാഞ്ചുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 17 ബ്രാഞ്ചുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഇല്ല. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പല ബ്രാഞ്ചിലായിട്ട് ഞങ്ങൾ ഏട്ടനിയന്മാർ പോവും, പെങ്ങളെ മോന് പോവും, അന്യന്മാരെ മക്കളും എൻ്റെ മക്കളൊക്കെ പോയിട്ട് നമ്മൾ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു അസുഖം ഇപ്പം എനിക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഇങ്ങനത്തെ ഒരു അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഡയറ്റ് കൺട്രോൾ വളരെ കറക്റ്റാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ചുക്ക് കാപ്പി കുടിക്കും. ഇപ്പോൾ വരുന്ന കുട്ടികളും തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു ഞങ്ങളെന്താ കൊടുത്തിട്ട് നിങ്ങളൊന്നും കൊടുക്കേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ഏറ്റവും നല്ലത് പൊടിയരി കഞ്ഞി, അത് ഒരു സ്പൂണ് പശുനെയ്യ് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ദോശ, ഇഡ്ഡലി കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ ധാന്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പറയും. അല്ലാതെ നേരം വിളിച്ചാൽ തന്നെ ഇറച്ചിയും പൊറോട്ടയും കഴിച്ചാലൊന്നും ഒന്നും കിട്ടില്ല. കാരണം ഈ റബ്ബറാണ് ഈ പൊറോട്ട സാധനം. പക്ഷെ അത് ഞങ്ങൾ പരമാവധി ഒഴിവാക്കാൻ പറയും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ഒപ്പം തൈര് കഴിക്കാൻ പറയും. വയറ് ക്ലിയർ ആവണം, ശോധന കിട്ടാനും നല്ല ഉറക്കം കിട്ടാനും. രാത്രി ഒന്നിലേക്ക് കഞ്ഞി അല്ലെങ്കിൽ ദോശ, ചപ്പാത്തി. ഒരു ഒന്നില്ല. മാംസത്തിനല്ല പ്രാധാന്യം, മത്സ്യത്തിനാണ്. കാരണം നമ്മൾ എല്ലുകളുടെ ബലം കിട്ടാൻ, കാൽസ്യം ഉണ്ടാവാൻ നമ്മൾ മത്സ്യം കഴിച്ചോളാൻ പറയും ധാരാളം. ഇതൊക്കെയാണ് നമ്മൾ ഡയറ്റ്. ഇപ്പൊ ദാസേട്ടന്റെ ഇങ്ങനെ ഞാനിങ്ങനെ കുറച്ചു നേരം ഇവിടെ കണ്ടപ്പോഴേ ഓരോ കുഞ്ഞു കുട്ടികളുടെ വരെ പേരെടുത്ത് അത് നമുക്ക് കാരണം ആദ്യത്തെ 2 ദിവസം നമുക്കൊന്നും മനസ്സിലാവില്ല. 2 ദിവസം കഴിഞ്ഞാൽ തന്നാലും നമ്മൾ ചോദിക്കും. അപ്പോൾ വിളിക്കുന്ന അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുന്ന കേൾക്കുന്ന പേര് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ഇൻവോൾവ് ആവും. അപ്പോൾ നമുക്ക് അറ്റൻഡൻസ് ബുക്ക് രജിസ്റ്റർ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 117 കുട്ടികളുണ്ട്. ഓരോ ദിവസം കഴിഞ്ഞാൽ എന്താ മോനെ എന്താണ് പേര്, ശരി നോക്കട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടിയെ മോനെ മോളേന്ന് വിളിക്കും. ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ പോകും. പിന്നെ പേര് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ മനസ്സിലത് പതിയും. പിന്നെ അങ്ങോട്ട് പേര് വിളിച്ചാണ് തീരുന്നു. അത് ഈ ശിഷ്യൻ എന്നുള്ളത് ഒരു പടി കൂടി കിടന്ന് മകനും മകളും എന്നുള്ള ഒരു ബന്ധത്തിലേക്ക്. തീർച്ചയായിട്ടും ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാല് സ്വന്തം മക്കളെ സ്നേഹിനേക്കാട്ടിലും കൂടുതൽ ഒരു ശിഷ്യനെ സ്നേഹിക്കും. സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്ത പല വിദ്യകളും സ്വന്തം ശിഷ്യന് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ മകൻ അത് ഉൾക്കൊണ്ടിട്ട് നിൽക്കാൻ സാധിക്കില്ലെങ്കിൽ അവൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ മോനെ പഠിപ്പിക്കില്ല അച്ഛൻ. അപ്പം എന്ത് ചെയ്തു, ഗുരുനാഥനെ പഠിപ്പിക്കും. ഇവൻ കുഴപ്പമില്ല, ഇവനത് സ്വായത്തമാക്കി അവൻ്റെ മനസ്സിൽ നിർത്താനും അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ അവന് നിർത്തി ഉൾക്കൊള്ളാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അവന് ഗുരുനാഥൻ പഠിപ്പിക്കും. അതാണ് കാരണം ഈ മർമ്മവിദ്യ എന്നൊക്കെ പറഞ്ഞത് വളരെ അപകടകരമായുള്ളതാണ്. ലോക്കുകൾ, പിടുത്തങ്ങൾ, മറ്റതൊക്കെ ഉണ്ട്. അതാണ് ശരിക്കും കളരിപ്പയറ്റിലെ പ്രധാന ഘടകം എന്ന് പറഞ്ഞത്. അത് പ്രധാന ശിഷ്യനെ എപ്പോൾ പഠിപ്പിച്ചു കൊടുക്കും, പക്ഷെ മകന് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഇപ്പൊ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. മറ്റ് മാർഷൽ ആർട്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആയോധന കലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് ചില ആയോധന കലകള് കളരിയേക്കാൾ മികച്ചതാണെന്നോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കളരി എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ മികച്ചു നിൽക്കണേ? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനിപ്പോൾ അനവധി രാജ്യങ്ങൾ 10-29 രാജ്യങ്ങൾ വന്നു, എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാം ഒന്നുമായി കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഞാൻ മാർഷൽ ആർട്സ്, ബ്രസീലിയൻ മാർഷൽ ആർട്ട് കപ്പുവര എന്ന് പറയും, അത് ഞാൻ കുറച്ച് പ്രാക്ടീസ് ഉണ്ട്. മണിപ്പൂരി താങ് ഭയങ്കരമാണ് കേട്ടോ, സൂപ്പറാണ്. അത് ഇന്ത്യൻ മാർഷൽ ആർട്സ് തന്നെയാണ്. മണിപ്പൂരി താങ് എന്ന് പറഞ്ഞത്, അത് താങ് വാള്, താ എന്ന് പറഞ്ഞ കുന്തം, താങ് താ കടപ്പേരിന്റെ മണിപ്പൂർ മാർഷൽ ആർട്ട് പരിപാടി. അവനൊക്കെ പയറ്റുകയാണ്. അവര്
നോർത്ത് ഈസ്റ്റ് ആണ്, നമ്മൾ സൗത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ അതും നമ്മൾക്ക് ഭയങ്കര ബന്ധം. ഞാൻ അത് പോയി പഠിച്ചിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ സിലമ്പം, കർണാടക ഗദരി. സിലമ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് വളരെ പോപ്പുലർ ആണ്, വളരെ പഴക്കമുള്ള. കാരണം സിലമ്പാട്ടം തന്നെ പറയാം. അതേപോലെ തഞ്ചാവൂർ കുത്തുപരിശ് എന്ന് പറയും, അനാമൂട് കോമറ്റ്. അതായത് കരാട്ടിൽ കാണിക്കുന്ന കട്ടാസിന്റെ പല ഭാഗങ്ങളും അതിലുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ചുമട്ടടി, ചുവട്, ഒറ്റച്ചോട്, കൂട്ടച്ചോട്, പെരുക്കച്ചോട്, ആക്കച്ചോട്, നീക്കച്ചോട്, ഇതൊക്കെ കളരിപ്പയറ്റിലുണ്ട്. ഇപ്പൊ അടുത്ത കാലത്താണ് ഞങ്ങൾ കളരിപ്പയറ്റ് ഓപ്പൺ ഫൈറ്റ് കൊണ്ടുവന്നത്. ഓപ്പൺ ഫൈറ്റ് തന്നെ വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് അതിനുണ്ടായിരുന്നില്ല, വളരെ അപൂർവമായിരുന്നു. ഉണ്ടായിരുന്നില്ല ചാമ്പ്യൻഷിപ്പിൽ. ഇപ്പൊ ചാമ്പ്യൻഷിപ്പിൽ അതും കൊണ്ടുവന്നു. ഇപ്പൊ കേരളം തമിഴ്നാടും ഓപ്പൺ ഫൈറ്റ് കളരിപ്പയറ്റിലുണ്ടോ വിജയിക്കുന്നു. ചിലപ്പോൾ കേരളം വിജയിക്കും, ചിലപ്പോൾ തമിഴ്നാട് ജയിക്കും, അല്ലെങ്കിൽ മാറ്റ് ജയിക്കും. അത് അവന്റെ കഴിവാണ്. പക്ഷെ കളരിപ്പയറ്റ്, ഓപ്പൺ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ കളരിപ്പയറ്റ് ഒരു നിയമാവലി ഉണ്ട്, അതിനനുസൃതമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അമർന്ന് നിൽക്കണം. പിന്നെ അഷ്ടവടിവുകളുണ്ട്, ആ വടിവുകളൊക്കെ അമർന്നുകൊണ്ടും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടും. പിന്നെ എല്ലാ ഐറ്റത്തിലും വായ്ത്താരിയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കല, കളരിപ്പയറ്റ് കരാട്ടക്കാരെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. അതൊരു കല, അവർ പഠിച്ച കല. പക്ഷേ രണ്ട് രീതിയാണ്. പക്ഷെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഞാൻ ചിലപ്പോ നമ്മുടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. പെറ്റമ്മയെ മറന്നുകൊണ്ട് ആരെങ്കിലും പോറ്റമ്മയെ വളർത്തുക, അതിനൊരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞാൽ അവൻ തിരിച്ചു പോകും എന്റെ പെറ്റമ്മേനെ അന്വേഷിച്ചിട്ട്, അല്ലേ? അപ്പൊ നമ്മള് ആൾക്കാർ കളരിപ്പയറ്റിനാണ് മെയിനായിട്ട് ചെയ്യുക. പക്ഷെ മറ്റുള്ള കല പഠിക്കുന്നത് നമ്മൾക്ക് യാതൊരു വിരോധം, നല്ലതാണ്, എല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഈ പല ചാമ്പ്യൻഷിപ്പുകളെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പൊ ഒരുപാട് ഈ കുട്ടികൾക്ക് ഒരു മോഡേൺ, അതായത് പഠിക്കുന്നത് കൊണ്ടും ഗുണമുണ്ട്, അല്ലേ? ഇഷ്ടമാണ്. ഞാൻ പറയാം, ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പായിരുന്നു. ഇപ്പം അത് മുനിസിപ്പാലിറ്റിയായി. കേരളോത്സവം വന്നു. മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, സംസ്ഥാനം, നാഷണൽ ചാമ്പ്യൻഷിപ്പ് വരെ എത്തി. കേരളോത്സവത്തിന്റെ നോക്കുമ്പോൾ, അതായത് കേരളം ഗവൺമെന്റ്. അത് കഴിഞ്ഞിട്ട് അസോസിയേഷൻ നടത്തും. ജില്ലാ ചാമ്പ്യൻഷിപ്പ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തി. കഴിഞ്ഞ 3 വർഷമായി. നമ്മളെ കേരളമാണ് 2 കൊല്ലം മുന്നേ 12ാം സ്ഥാനത്ത് കേരളം കളരിപ്പയറ്റിന്റെ മെഡല് വേട്ട കൊണ്ട് 5ാം സ്ഥാനത്തേക്ക് എത്തിച്ചു, കളരിപ്പയറ്റായിട്ട് എത്തിച്ചത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് പെർഫോമൻസ് ആർട്ടായിട്ട് കിട്ടിയത്. അത് പോരാ, നമ്മൾ ശരിക്കും. അതായത് അവർക്ക് പ്രൈസ് മണി കൊടുത്തുണ്ട്. ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ്. കഴിഞ്ഞ 10 വർഷം, 2 വർഷം വിളിച്ചത് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ദേശീയ ഗെയിംസിൽ ജയിച്ച കുട്ടികൾക്ക് പ്രൈസ് മണി വരെ അവർ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ എന്താ, ജോലി കൊടുക്കുന്നുണ്ട്. കൊല്ലത്തിൽ ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ അസോസിയേഷന്റെ മത്സരം, ജില്ലാ, സംസ്ഥാന, നാഷണൽ, ദേശീയ ഗെയിംസ്, ഖേലോ ഇന്ത്യയിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ സെൻട്രൽ മിനിസ്ട്രി, അതായത് നമ്മളെ മോഡി സർക്കാർ ഖേലോ ഇന്ത്യയിൽ കളരിപ്പയറ്റിനെ ഉൾപ്പെടുത്തിയിട്ട് 8 വർഷത്തോളമായി. ഇപ്പോ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ആ പ്രൊമോഷൻ നോക്കണം. അതുകൂടാതെ കഴിഞ്ഞ വർഷം മുതൽ സ്കൂൾ ഗെയിംസിൽ, സംസ്ഥാന സ്കൂൾ ഗെയിംസിലും കളരിപ്പയറ്റ് ഉൾപ്പെടുത്തി. ഗ്രേസ് മാർക്ക് ഉണ്ട്, പിന്നെ സ്പോർട്സ് കോട്ട ഉണ്ട്. എല്ലാ ഒരു ഇവന്റുകൾ പോലെ തന്നെ പ്രാധാന്യം കൊടുത്തു. ഇപ്പൊ എല്ലാ സ്കൂളുകളിലും കളരിപ്പയറ്റ് ഉണ്ട്. അനവധി സ്കൂളിൽ ഇപ്പൊ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, മാഷം ഒന്ന് വരുമോ, എന്റെ അല്ല കുട്ടികൾക്കൊന്ന് ട്രെയിൻ കൊടുക്കണം. ഒരു 3 മാസത്തെ ഞങ്ങള് മത്സരം വരായി, സ്കൂൾ ഗെയിംസ്. അതിന് കളരി എല്ലാവർക്കും ഇപ്പൊ അവര് മാഷന്മാർ തമ്മിൽ കോമ്പറ്റീഷനാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, PT മാഷന്മാർ ഇത് പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ഞങ്ങൾ പഠിപ്പിക്കാം. ഞങ്ങൾ ഏതായാലും ഒരു ദക്ഷിണ കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും ആദ്യം പണ്ടുള്ള ആരോമൽ ചേറ്, ആരോമലുണ്ണി, തുമ്പോലാർച്ച, ഉണ്ണിയാർച്ച, തച്ചോളി, അമ്പു, ഇതിലൊക്കെ കളരിപ്പയറ്റ് മയനുണ്ട്. അന്നൊരു ഗോപാലൻ ഗുരുക്കളായിരുന്നു മെയിനായിട്ട് CBN ലെവല്. ഇപ്പൊ അടുത്ത കാലത്ത് വേണമെങ്കിൽ നമ്മള് വടക്കൻ വീരാഗാഥ, ആറാം തമ്പുരാൻ, നരസിംഹം, പിന്നെ ചേരന്റെ സൂര്യയുടെ 7ാം അറിവ്, പഴശ്ശിരാജ, അനവധി സിനിമയിൽ ഇപ്പൊ കളരിപ്പയറ്റുണ്ട്. ഇതൊന്നും കൂടാതെ ഈ സെലിബ്രിറ്റികൾ ഇപ്പൊ കളരിപ്പയറ്റ് പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതൊരു കോറിയോഗ്രാഫി സെറ്റ് ചെയ്തിട്ട് പ്രൊജക്ഷൻ കൊടുക്കണം. ഇത് കളരിപ്പയറ്റാണ്. അതെ, അതിലൂടെ നമുക്ക് കളരിപ്പയറ്റ് പ്രചോദനവും മോട്ടിവേഷനും കിട്ടും. അപ്പൊ നമുക്ക് വളർച്ച കിട്ടും. അപ്പൊ ഗുരുക്കന്മാർക്ക് 4 കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഉപജീവനമാർഗം മുന്നോട്ട് പോവുകയും ചെയ്യും. മാത്രമല്ല കല അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് എന്നെ ഇവിടെ മരിച്ചു പോയിരിക്കുക, ഇതിവിടെ നിൽക്കാൻ പാടില്ല, ഇത് വളരണം. അപ്പൊ ഞങ്ങള് ഗുരുക്കന്മാര് മക്കൾ കഴിഞ്ഞാൽ ഓരോ മക്കൾ താവഴി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും.
പിന്നെ പ്രധാന ശിഷ്യനെ ഏറ്റെടുക്കും. അപ്പോൾ അവർ മുന്നോട്ട് പോകണം. ഇതിങ്ങനെ അന്യം നിന്ന് പോവാതെ മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കണം. എവിടെ നല്ല എത്ര അത്യുന്നതം എത്താൻ പറ്റുമോ എത്തണം. പക്ഷെ അതിലൊരാളാണ് നമ്മളെ അച്ഛൻ. കാരണം കളരിപ്പയറ്റിന്റെ കുലപതി തന്നെയാണ്. മൂപ്പര് ഇതിനു വേണ്ടി കളരിപ്പയറ്റിന് വേണ്ടി ജീവിച്ചു, കളരിപ്പയറ്റിന് വേണ്ടി മരിച്ചു. ഇപ്പം അച്ഛനെ ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ഇപ്പോൾ 2023 ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയാണ് ഞാൻ. അപ്പോൾ അച്ഛൻ്റെയും അച്ഛൻ്റെയും വലിയച്ഛന്മാരും ഒക്കെ കളി ദൈവങ്ങളൊക്കെ അനുഗ്രഹവും. നമ്മൾ രാവിലെ ഉണ്ടെങ്കിൽ ഇപ്പം അച്ഛൻ മരണപ്പെട്ടു. അച്ഛനും ഞാൻ ആദ്യം അച്ഛൻ്റെ കാലത്തിൽ തൊട്ട് അച്ഛനും ഗുരുനാഥനും ഒരാളും കൂടി ആകുമ്പോൾ എന്തായി, ഒരാളാകുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹവും സന്തോഷവും അനുഗ്രഹവും വേറെ തന്നെയല്ലേ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഇപ്പം അമ്മയാണ് ഉള്ളത്. അപ്പം അമ്മേനെ രാവിലത്തെ പൂജ കഴിഞ്ഞു അമ്മയുടെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഒരു ദിവസം ആരംഭിക്കുന്നത്. ദാസന്റെ നേരത്തെ സിനിമയിലേക്ക് പറ്റി പറഞ്ഞപ്പോഴേ ഇപ്പൊ 6-ാം നമ്പറിൽ ലാലേട്ടനെ ഞങ്ങള് ഭീമനെ ഇവിടെ നമ്മുടെ വന്നു. ആദ്യം സെറ്റ് ഷാജി കൈലാസാണ് വന്ന് സെറ്റ് കണ്ടു. ഇതുപോലത്തെ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ സെറ്റ് ഇടാൻ ഒരു ഇല്ല, എല്ലാം ഫോട്ടോ സെറ്റ് ഇതേ സാധനം അവിടെ ഇട്ടു വരും. അവർ കശ്ശേരി മനിയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. പൂമ്പള്ളി 6-ാം നമ്പറിന്റെ കുറച്ച് കുട്ടികൾ ശിഷ്യന്മാരുണ്ട്. അപ്പോൾ ഒറ്റക്കോലിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയും കൃഷ്ണാസേ കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ ലാലേട്ട നോക്കാം. 22 ദിവസമാണ് ഞങ്ങളവിടെ മൂപ്പരപ്പൊന്ന് വർക്ക് ചെയ്തത്. അതേപോലെ തന്നെ നരസിംഹവും ഒരു ഡാങ്കണക്ക മേലെ കബഡി പാണ്ടിപ്പടയണി വേണം ഓ ചാടിക്കെട്ടി ഞാൻ മറന്നു എന്നുള്ളൊരു പാട്ടിന്റെ രീതിയുണ്ട്. അതിന് ആ താളത്തിൽ ഞങ്ങൾ കളരിപ്പയറ്റ് ഒരു ഡാൻസ് രൂപത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ വിരോധമില്ല, എന്തായാലും കളരിപ്പയറ്റല്ലേ നമ്മൾ ചെയ്യണത്, വേറെ ഒന്നുമില്ലല്ലോ, ഒരു അഡാപ്റ്റേഷനും ഇല്ല, സെയിം സാധനമാണ് ചെയ്യണത്. പക്ഷേ അവർ ചെയ്യുമ്പോൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു ശരിയാണോ ശരിയാവുണ്ടോ. കാരണം ഒറ്റക്കോല് എളുപ്പമല്ല പയറ്റെങ്കിൽ. ഒറ്റ പയറ്റുന്നവനെ ഉറക്കത്തിലും പയറ്റുന്ന ശാസ്ത്രം. അപ്പം അതിനെ കുറച്ച് പണിയുണ്ട്. തണ്ടപ്പുറമേ മൂടി വലിച്ച് കുറച്ച് പണിയുണ്ട്. അല്ലാതെ കുറച്ച് കൃഷ്ണദാസ് ഒരു എളുപ്പമുള്ള ഭാഗങ്ങൾ മാത്രം പഠിക്കും. കാരണം ഞങ്ങൾ കളരിപ്പയറ്റ് പഠിക്കാൻ വന്നതല്ല, സിനിമയുടെ ഭാഗമായിട്ട്. പക്ഷെ ആ ചെയ്യുന്ന പ്രവൃത്തി ഒരു ആത്മാർത്ഥമായിട്ട് ശരിയല്ലേ 100 വട്ടം ചോദിക്കും. അങ്ങനെ പഠിച്ച് ചെയ്താണ് ലാലേട്ടനൊക്കെ. ഭീമന്റെ വീട്ടൻ, പോള്, എല്ലാവരും. ഈ ലാലേട്ടൻ അങ്ങനെ ഒരു സ്കിൽ ഇടുന്നുണ്ടോ? വളരെ മൂപ്പർക്ക് ഏത് സാധനം കൊടുത്തു കഴിഞ്ഞിട്ടില്ല. മൂപ്പര് നഖങ്ങൾ വരെ ആക്ട് ചെയ്യുന്ന പറയാം. നഖങ്ങൾ മൂപ്പരായിട്ട് അടുത്ത ഇടപഴകള് ഇത് കിട്ടിയത് വലിയ. പിന്നെ 1-2 ഫിലിം ഫെസ്റ്റിവലിന് ഡെമോൺസ്ട്രേഷന് പോയിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമല്ലേ മൂപ്പരെ കാണാൻ വെച്ചാൽ. ഒരു ജീനിയസ് തന്നെ. ഇപ്പൊ ഞാൻ നേരത്തെ കലാമണ്ഡലം ഗോപിയാശാനെ പറ്റി പറഞ്ഞ പോലെ ആക്ടിങ് അല്ലേ. കാരണം ആളും ഈ കഥകളിയും കുറച്ചു കാലം അഭ്യസിച്ചു. എല്ലാ കലകളും മൂപ്പരൊന്ന് തൊട്ട് പോയിട്ടുണ്ട്. അത് മൂപ്പര് ആക്ടിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ആക്ടറാണ്. ഞാൻ പല ഇംഗ്ലീഷ് നാടകങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ട്രിപ്പിന് ലണ്ടനിലേക്കാണ് പോയത്. ഞാൻ അഭിനയിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് ഡ്രാമ എന്ന് പറഞ്ഞാൽ എക്സൈൽ ഇൻ ദ ഫോറസ്റ്റ്. അതാണ് എക്സൈൽ ഇൻ ദ ഫോറസ്റ്റ്. അത് നമ്മളെ കൊണ്ടുപോയത്, എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയത് സ്കൂൾ ഡ്രാമയിലെ ജി ശങ്കരപിള്ള എന്ന് പറയും. അദ്ദേഹമാണ് ഡയറക്ടർ മെയിൻ. അദ്ദേഹം എൻ്റെ അച്ഛനാണ്, ഗുരുനാഥനാണ്, എല്ലാമാണ്. അദ്ദേഹമാണ് എന്നെ 6 മാസത്തെ കാലം ലണ്ടനിലായിരുന്നു. നല്ലൊരു അനുഭവം. ഞാൻ അതിന്ന് പലതും പഠിച്ചത്. അപ്പൊ മൂപ്പര പറഞ്ഞത് കളരിപ്പയറ്റ് ഈസ് ദ സ്പൈൻ ഓഫ് ആക്ടർ. അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. കൃഷ്ണദാസ് നിങ്ങൾ കളരിപ്പയറ്റ് മാത്രമേ നിൽക്കല്ലേ, തൻ്റെ ഒരു നടനുണ്ടല്ലോ പുറത്തേക്ക് പാടുമെന്ന്. അതുപോലെ തന്നെ ഈ വിദേശികളും ധാരാളം ഇഷ്ടം പോലെ. വിദേശികൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് പകുതി വരെ അവിടെ തണുപ്പാണ്. ആ സമയത്ത് ഒരു എസ്കേപ്പാണ് അവർക്ക്, രക്ഷപ്പെടലാണ്. അപ്പോൾ അവരിവിടെ 2-3 മാസം വന്ന് നിൽക്കും ഞങ്ങളപ്പം. രാവിലെയും വൈകിട്ടും അവർക്ക് ഗ്രാസ്പിംഗ് പവർ ഭയങ്കര, പെട്ടെന്ന് പഠിക്കും. സ്റ്റാമിന എന്ന് പറഞ്ഞാണല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ എന്നുകൊണ്ട് എത്താത്തത്? ശരിക്കും അത്രയും സ്റ്റാമിനയാണ് അവർക്ക്, ഫോറിൻ രാജ്യക്കാർക്ക്. അത് ഫുട്ബോൾ എന്നല്ല, ഏത് ഇത് നോക്കിയാലും. ഇപ്പൊ ക്രിക്കറ്റിൽ നമ്മൾ നമ്പർ 1 ശരിയാണ്, പക്ഷെ ഫുട്ബോളിൽ നമ്മൾ ഇപ്പോഴും എത്തിപ്പെടില്ല. അത് പ്ലേയേഴ്സിന്റെ കുഴപ്പം കൊണ്ടല്ല, അല്ലെങ്കിൽ കാരണം അവിടേക്ക് എത്തിപ്പെടുന്നതിൽ കുറച്ച് സമയം എടുക്കും. അവർ സ്റ്റാമിന എന്ന് പറഞ്ഞില്ല. വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാർ ഇവിടെ കളരിപ്പയറ്റിനൊരു ചെയിനാണ്. ഒരു മെയ് ബൈറ്റ്, 2 മെയ് ബൈറ്റ്, 3-ാമത്തെ മെയ് ബൈറ്റ് തന്നെ ഒരു റെഡിയാ. ഒരിക്കലും 3-ാമത്തെ മെയ് ബൈറ്റ് അല്ലേ നോക്കി. അത്രയ്ക്ക് സ്റ്റാമിന, ഒരു ക്ഷീണമില്ല. നമുക്ക് പിന്നെ ക്ഷീണം. അപ്പൊ അവർ എന്താ ഒരിക്കലും കുറച്ച് റെസ്റ്റ് എടുത്ത് തോന്നുന്നത് അവിടെ ഇങ്ങോട്ട് പറയും. പക്ഷെ രാവിലെ 2.5 മണിക്കൂർ, വൈകിട്ട് 1.5 ഭയങ്കര ഡെഡിക്കേഷനാണ്, ഭയങ്കര അഡാപ്റ്റേഷൻ. അതായത് അവർ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. താരി പഠിക്കും അവരോട്. ഞാൻ അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഒരിക്കലും താരി പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ താരി മംഗ്ലീഷ് എഴുതി കൊടുക്കും. അപ്പൊ അവര് ഇത് തൊഴുത് TH തൊഴുത് THU തൊഴുത് അങ്ങനെ തൊഴുത് അങ്ങനെ താരി പറഞ്ഞു. അല്ലെങ്കിൽ അവരെന്ത് ചെയ്തും ഓഡിയോ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവർ സമയം കിട്ടുമ്പോൾ അത് കേട്ടിരിക്കും. നമ്മളെ ഭക്ഷണം കഴിക്കുക ഭയങ്കര ഇഷ്ടമാണ്, കേരള ഭക്ഷണം. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കുക, വീട്ടിൽ നിന്നിട്ട് വീട്ടിൽ എന്താണോ ഭക്ഷണം അത് അവർ കഴിക്കും. അവർക്ക് സംതൃപ്തിയാണ്. അത് ഇട സമയം നമ്മൾ തിയറി ക്ലാസ് കൊടുക്കും. അപ്പോഴാണ് വായത്താരി പഠിക്കുക. ഇത്രയും ഇൻട്രസ്റ്റ് ആണ് അവർക്ക് കളരിപ്പയറ്റ് പഠിക്കുക. ഈ കളരിയുടെ ഒരു ലോകം
ഇനി മുന്നോട്ട് നോക്കുമ്പോ എങ്ങനെയായിരിക്കും? ഇനിത് വേണ്ടത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റി ഗുരുവായൂർ വിങ്ങുണ്ട് കർണാടക, അവിടെ കളരിപ്പയറ്റിൻ്റെ ഒരു വർക്ക്ഷോപ്പ് വെച്ചു. പല സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളുണ്ട് അവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. 10 ദിവസം ഒരു കോഴ്സ്. അപ്പോൾ ഞാനവിടെ പോയി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, കളരിപ്പയറ്റ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇപ്പോഴും ഒരു സിലബസ് രൂപത്തിൽ വന്നിട്ടില്ല. അത് വരേണ്ട സമയം അതിക്രമിച്ചു. 1982 മുതൽ അന്നത്തെ കേരള കളരിപ്പയറ്റ് അസോസിയേഷനും പ്രത്യേകിച്ച് എൻ്റെ ചുരേച്ചൻ ശ്രീ വിശ്വനാഥൻ ഗുരുക്കളും അങ്ങനെ പലപതി മാറി വന്ന അസോസിയേഷൻ ഭാരവാഹികൾ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് സ്കൂൾ ലെവലിൽ കളരിപ്പയറ്റ് സ്പോർട്സ് ഇതിൽ വന്നത്, ഇവൻ്റ് പോലെയായിട്ട്. പക്ഷെ അത് പോരാ. ഒരു പീരീഡ് കളരിപ്പയറ്റ് പഠിപ്പിക്കണം. അത് വെച്ചിട്ട് നമ്മൾ സ്പോർട്സ് പഠിപ്പിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കളരിപ്പയറ്റ് എടുത്താൽ അവർക്ക് വളരെയേറെ നേട്ടങ്ങളുണ്ട്. കാരണം കളരിപ്പയറ്റ് പഠിച്ച മറ്റ് പല സ്പോർട്സ് ഇവൻറ്റിലും കളരിപ്പയറ്റിൻ്റെ ചലനങ്ങളും മൂവ്മെൻറ്റും അവർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. കാരണം TP ദാസൻ സാറ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റ് ആയിരുന്നു മുന്നേ. അദ്ദേഹം പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളം തിരഞ്ഞെടുത്ത സ്കൂൾ ലെവലിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ ഞങ്ങൾ ഫുട്ബോൾ പ്ലേയേഴ്സിന് നമ്മൾ കളരിപ്പയറ്റ് പരിശീലിപ്പിച്ചു കൊടുത്തു. ഭയങ്കര മാറ്റമാണ് കാണുന്നത്. അവർ പറഞ്ഞു ഭയങ്കര മാറ്റം. സ്റ്റാമിന, എനർജി, ഫ്ലെക്സിബിലിറ്റി, ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ്, ഫാസ്റ്റ് മൂവ്മെൻറ്റ് അവർ ചെയ്യുന്നവര്. അത് പല മൂവ്മെൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കിക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബോൾ കെട്ടി തൂക്കിയിട്ട് ഹൈക്കിക്ക്. കളരിപ്പയറ്റിൽ റെക്കോർഡ് 9 അടി 7 ഇഞ്ചാണ് ചാടി അടിച്ച റെക്കോർഡ്. അത് ചാടി കാലോണ്ട് ഹൈക്കിക്ക് ചവിട്ടി പൊങ്ങി അടിക്കണം. അത് നമ്മൾ ഫുട്ബോളിലുണ്ട് സിസർ കട്ട് എന്ന് പറയും. അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഓതരം പറഞ്ഞു വന്ന് നിൽക്കും. അതേപോലെ പല ചാട്ടങ്ങൾ ചെയ്താലും കുട്ടികൾക്ക് ഇത് മറ്റ് സ്പോർട്സിൽ ഈസി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കളരിപ്പയറ്റ് ഒരു പാഠ്യ വിഷയമായിട്ട് സ്കൂൾ ലെവലിൽ വരണം. യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ഒരു പാഠ്യ വിഷയമാക്കാൻ പോകുന്നത്. 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും 1 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സും ഞങ്ങൾ സ്വാഗതം ചെയ്തു. വളരെയേറെ സന്തോഷം. അതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഓൾ ഇന്ത്യ ലെവലിൽ ഇത് വരണം. അടുത്തതിന് വരും ഉറപ്പ്. ഞങ്ങൾ പേപ്പറിലൊക്കെ പല ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അസോസിയേഷനായിട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. വരണം. പക്ഷെ ഇനി സമയം അതിക്രമിച്ചുകൂടാ. പെട്ടെന്ന് വരണം. അത് കുട്ടികളുടെ ഭാവിക്ക്. കാരണം ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ഓൾറെഡി ലേറ്റ് ആയി കഴിഞ്ഞു. കാരണം കുട്ടികളുടെ ഉള്ള നല്ല ശീലം വളർത്തിയെടുക്കണം. ഇപ്പൊ അറിയാലോ, പേപ്പറും ന്യൂസും തോന്നാൻ എന്താണുള്ളത്. എവിടെയാ ഒരു കേസ് പിടിക്കാത്തത്? കഞ്ചാവും മറ്റൊരു മയക്കുമരുന്നും ഒക്കെ. അതിന്നൊക്കെ മുക്തി നേടാൻ ഏറ്റവും നല്ല ഉത്തമമായ ഒരു പരിശീലന രീതി കളരിപ്പയറ്റിൽ മാത്രമുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയാം. മാറ്റമില്ല. കാരണം ഞങ്ങൾക്കിപ്പോൾ ലഹരി കളരിപ്പയറ്റാണ്. കളരിയാണ് ലഹരി, ലഹരിയാണ് കളരി. അതേപോലെ തന്നെ കളരിയാണ് സ്പോർട്സ്, സ്പോർട്സാണ് കളരി. അങ്ങനെ കൊണ്ടുവരണം. ആ വാചകം വെച്ച് കൊണ്ടുവന്നാൽ ഇതിന് വൻ കുതിച്ചാട്ടം ഉണ്ടായിരിക്കും. കാരണം ഒരു ഇതിന് പരിശീലനം ഞങ്ങളിപ്പോൾ ഒരിക്കലും വാളും മരിച്ച കത്തി കുന്തതൊന്നും പഠിപ്പിക്കണമെന്ന് പറയുന്നില്ല. മെയ്യഭ്യാസം, ഈവൻ കോൽത്താരി വരെ മതി. അപ്പൊ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടതെല്ലാം കിട്ടും. ഒരു 70% ആ കുട്ടിക്ക് കിട്ടിയിരിക്കും. പിന്നെ എന്തിനാ നമ്മൾ അംഗത്താരിക്ക് വേണമെങ്കിൽ പഠിക്കാം. അഡ്വാൻസ് ആയിട്ടുള്ള പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള ഒരു കാര്യം, 2 ഒരു പ്രതിരോധത്തിന് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർ പഠിച്ചിരിക്കണം. കാരണം ഇന്ന് എന്തെങ്കിലും നോട്ടം നോക്കിയാൽ എന്താ നോക്കണം ചോദിക്കാനുള്ള ഒരു ഗഡ്സ് പെൺകുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു ആയോധന കല അവർ പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും. കാരണം അനുഭവം ഉണ്ടായിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മാറി തുടങ്ങി. പെൺകുട്ടികളൊക്കെ അനവധി കുട്ടികൾ പെൺകുട്ടികൾ എൻ്റെ അറിവിൽ പല കളരിപ്പയറ്റ് പഠിച്ച കുട്ടികളുടെ പെരുമാറ്റങ്ങളൊക്കെ ഭയങ്കര മാറ്റം. എന്നാൽ അച്ചടക്കം ഉണ്ടോ, ഗുരുശിഷ്യ ബന്ധമുണ്ടോ, ഗുരുഭക്തി ഉണ്ടോ, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലോ അവനവൻ്റെ ശരീരം കാത്തുരക്ഷിക്കാനുള്ള കരുത്തും ആർജവും അവർക്ക് നേടിയെടുക്കാൻ കളരിപ്പയറ്റിലൂടെ സാധിക്കും. കാരണം ആരും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞോളൂ പറയുന്നത് ഇവിടെ വന്നിട്ട് വീട്ടിലെ അച്ഛനമ്മമാരല്ലാതെ തൻ്റെ ശരീരത്തിൽ വേറൊരാൾക്ക് തൊടാനുള്ള അവകാശമില്ല. ഈവൻ അച്ഛന് പോലും ഇല്ല. അമ്മയ്ക്ക് പിന്നെ പെൺകുട്ടികളെ മേത്ത് അമ്മയ്ക്ക് പിന്നെ അച്ഛന് പോലും ഉണ്ടാവില്ല. അങ്ങനെ വേണം എന്ന് ആവശ്യം വേണം. എന്തിന് ശരിയാണ്, അച്ഛനും ഉമ്മയ്ക്കും ചൈക്കനൊക്കെ ചെയ്യും, കെട്ടുമൊക്കെ ചെയ്യും. അത് ആ അച്ഛൻ്റെ ഒരു പിതാവിൻ്റെ സ്നേഹപ്രകടനമാണത്. അതുപോലെയല്ല മറ്റൊരുത്തിന് പുറമുള്ള ഈവൻ ക്ലാസ്മേറ്റോ ആരായിക്കോട്ടെ, അതൊരു ഡിഫറെൻറ്റ് അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ നിൽക്കാൻ പാടില്ല. അത് പ്രാപ്തരാക്കാൻ കുട്ടികൾക്ക് സാധിക്കും, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്. അത് കളരിപ്പയറ്റിലൂടെ മാത്രമേ സാധിക്കുന്നത്. ഞാൻ ഉറപ്പ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്ന് വരണം. ദാസേട്ടൻ ഇങ്ങനെ പറയുമ്പോ ഇതിന് പുറകിൽ അമ്മയുടെ ഒരു വലിയൊരു ശക്തി. പിന്നെ തീർച്ചയായിട്ടും ഈ അമ്മേനെ പറ്റി ചോദിക്കാൻ വെച്ചാലേ
കുറച്ചും കൂടിയും അമ്മയുടെ മുഖച്ചായ എന്ന് തോന്നിട്ടില്ലേ ദാസേട്ടൻ? എനിക്കത് എല്ലാവരും പറയാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാ, ഒരു അമ്മയാണ് എല്ലാം. അമ്മ മോനാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് വിളിക്കുക. ദാസപ്പാന്ന് പേരെന്നെ ശരിക്കും വിളിക്കില്ല. അതെ, അത്ര അത് അച്ഛനെല്ലാം അങ്ങനെ തന്നെയാണ്. എന്റെ മൂത്ത മകനല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരിക്കും. പക്ഷെ അമ്മ എന്ന് പറഞ്ഞാൽ അത്ര എടുപ്പാണ്. അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. നമുക്കിപ്പോ സുഖല്ലേ, അമ്മ ഇപ്പൊ സ്വർഗത്തിലാണ്. കാരണം അത് മുജ്ജമ സുഹൃത്ത് എന്ന് പറയും. 4 എവിടെയെങ്കിലും കാണാൻ പറ്റും ഇങ്ങനെ 4 വീട് അടുത്തടുത്ത് ഒരു കൊടയുടെ കാല് പോലെയാണ്. ചേച്ചി, രണ്ടാമത്തെ ആള് ഞാൻ, മൂത്ത ചേച്ചി, രണ്ടാമത്തെ, മൂന്നാമത്തെ, 4-ാമത്തെ ആള്, 4 ആളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 അമ്മ ചമഞ്ഞു വന്നാലും പെറ്റമ്മ ഒന്ന് വേറെ തന്നെ. അതിന് യാതൊരു സംശയമില്ല. നല്ല തിരക്കുള്ള ദിവസവും കുറച്ച് എന്താ പറയാ അധികം സമയം നമ്മൾ സംസാരിച്ചു. വലിയ സന്തോഷം. എന്തായാലും കൂടുതൽ ആരോഗ്യപൂർണമായിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക്, എന്താ പറയാ, അച്ഛനോളം പ്രശസ്തിയിലേക്കും. അത്രയൊന്നും വേണ്ട. നമുക്ക് അച്ഛനൊരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പേര് ഞങ്ങളുടെ മക്കളും വരും തലമുറയും നിലനിർത്തി പോരാ. അതിനുള്ള നമുക്ക് ആരോഗ്യം, അനുഗ്രഹം ഉണ്ടായാൽ മതി. അത് കളർ ദൈവങ്ങളും അച്ഛനും വല്യച്ഛന്മാരൊക്കെ അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. പിന്നെ ജീവിച്ചിരിക്കുന്ന അമ്മക്ക് 88 വയസ്സ്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നമസ്തേ. എല്ലാവിധ ആശംസകളും നേർന്നു കൊടുക്കുന്നു ചാനലിലൊക്കെ.